എല്ലാവരും കാത്തിരുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ അങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ്. നമ്മളെ എക്സൈറ്റിംഗ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ട്രെയിലറിൽ കാണാൻ പറ്റും. പിന്നെ മുമ്പ് കോമിക്കോണിലൂടെ പുറത്തുവിട്ടിരുന്ന അതേ ട്രെയിലർ തന്നെയാണ് ഇപ്പോൾ ഇവർ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുള്ളത്. എന്തൊക്കെയായാലും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ ഒരു ട്രെയിലറിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് എക്സ്മെൻ യൂണിവേഴ്സിലെ സേവിയർ സ്കൂളിന്റെ ഒരു ബോർഡ് നിലത്ത് പൊട്ടിക്കറന്ന് കിടക്കുന്നത് പോലെയുള്ള ഒരു ഷോട്ടിലൂടെയാണ്. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത സീനിലായിട്ട് നമുക്ക് പ്രൊഫസർ ചാൾസ് സേവിയറിനെയും കാണാൻ കഴിയും. ആളൊരു വിൻഡോയ്ക്ക് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ വിൻഡോയിലൂടെ ഒരു ബ്രൈറ്റ് ലൈറ്റും വന്ന് അടിക്കുന്നത് കാണാം. കണ്ടിട്ട് അവിടെ ഒരു ഇൻകർഷൻ നടക്കുന്നത് പോലെയായിട്ടാണ് ഉള്ളത്. പിന്നെ ഇൻകർഷൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് ഒരു യൂണിവേഴ്സിലെ എർത്തിനെ മറ്റൊരു യൂണിവേഴ്സിലെ എർത്ത് വന്ന് കൊളൈഡ് ചെയ്യുന്ന ഒരു ഇവന്റിനെയാണ് ഇൻകർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പാൻ യൂണിവേഴ്സിലേക്ക് മറ്റൊരു എർത്ത് വന്ന് കൊളൈഡ് ചെയ്യുന്നത് പോലെയാണ് ഉള്ളത്. പിന്നെ ചില റൂമേഴ്സ് വരുന്നത് മറ്റേ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ടോബിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സ് ആണ് എന്നാണ്. പിന്നെ ഇതേ ഇവന്റ് നടക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു വോയിസ് നമുക്ക് കേൾക്കാൻ കഴിയും. വോയിസിലൂടെ പറയുന്നത് വലിയ എന്തോ വരുന്നുണ്ട്, നമുക്ക് ഒരിക്കലും തടയാൻ കഴിഞ്ഞേക്കാത്ത ഒന്ന്. ഇത് പറയുന്നത് നമ്മുടെ RDJയുടെ ഡോക്ടർ ഡൂം പോലെയാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഇത് RDJയുടെ സൗണ്ട് ആണെന്ന് പോലും നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവുന്ന ആ ഒരു ആക്സെന്റ് അല്ല ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മറിച്ച് ലാറ്റ്വേറിയൻ ആക്സെന്റിലാണ് ഇവിടെ ഡൂം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത സീനിൽ നമുക്ക് ഡോക്ടർ ഡൂമിന്റെ ഫസ്റ്റ് ലുക്കും കാണാൻ കഴിയും. ഇതെല്ലാം കഴിഞ്ഞ് അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ടവറിനെയാണ്. അവഞ്ചേഴ്സ് ടവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിന്റെ ടവർ. അവിടെ വെച്ച് നമുക്ക് ഫാന്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സിനെ കാണാൻ കഴിയും. ഒപ്പം തന്നെ അവരുടെ പിന്നിലായിട്ട് നമുക്ക് തോറിനെയും കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ബക്കിയെയും ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള സാം വിൽസനെയും അതേപോലെ തന്നെ ആൻഡ്മാൻ സ്കോട്ട് ലാങ്ങിനെയും കാണാൻ കഴിയും. ഇവരുടെ എല്ലാവരുടെ ഒപ്പം തന്നെ ബാക്കിയുള്ള തണ്ടർ ബോൾട്ട്സ് ടീം അംഗങ്ങളും ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത സീനിലായിട്ട് തോർ അവിടെയുള്ള എല്ലാവരോടുമായി കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് കാണിക്കുന്നത്. അതായത് തോറ് പറയുന്നത് തോറ് തന്റെ കാലത്ത് ഒരുപാട് യോദ്ധാക്കളുമായി യുദ്ധം ചെയ്തിട്ടുണ്ടെന്നും അവരെല്ലാവരും തന്നെയും നമ്മൾ ഇവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ ഉള്ളതിനേക്കാൾ സ്ട്രോങ്ങർ ആയിരുന്നുവെന്നും എന്നിരുന്നിട്ടും അവരെല്ലാം തന്നെ മരിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് തോർ ഇവിടെ പറയുന്നത്. പിന്നെ നിങ്ങൾ അവിടെയുള്ള ആ ഒരു സ്ക്രീൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 എർത്തിനെ കണക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഇനി നടക്കാൻ പോകുന്ന വലിയൊരു ഇൻകർഷനെ ആയിരിക്കും ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ 2 എർത്തല്ല മറിച്ച് 3 എർത്ത് കാണിക്കുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ മാർവൽ യൂണിവേഴ്സ് ആയ 616 തന്നെ ആയിരിക്കും. മറ്റൊന്ന് നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സ് ആവാനാണ് സാധ്യത. പിന്നെ ഒരു എർത്തും കൂടി കാണിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഫെമിലിയർ ആയ ഒരു യൂണിവേഴ്സ് ആവാനാണ് സാധ്യത. തൊട്ടടുത്ത സീനിൽ നമുക്ക് നെമോറിനെയും അതേപോലെ തന്നെ ഷൂറിയുടെ ബ്ലാക്ക് പാന്തറിനെയും കാണാൻ പറ്റും. പിന്നെ അവിടെ വക്കാൻഡൻസും അറ്റ്ലാന്റിയൻസും തമ്മിൽ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ആ സീന് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ ഫാന്റാസ്റ്റിക് ഫോറിനെയും അതേപോലെ തന്നെ തണ്ടർ ബോൾട്ട് മെമ്പേഴ്സിനെയും കാണാൻ പറ്റും. ഇനി ഈ ട്രെയിലർ ഒന്ന് മുഴുനീളം നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മൾട്ടിവേഴ്സൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. എന്നാൽ അതിനിടയിൽ എർത്ത് 616ൽ തന്നെ ഉള്ള ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് പോലെയാണ് ഇത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ട്രെയിലർ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഒരു മൾട്ടിവേഴ്സൽ കോൺഫ്ലിക്റ്റുകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഗാംബ്ലെറ്റും ഷാങ്ചിയും തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റും ഇതിനിടയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവഞ്ചേഴ്സും എക്സ്മെനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഈ മൂവിയിൽ ഉണ്ടാകുമെന്ന തരത്തിൽ ഒരുപാട് റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം എടുത്തു വെക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ ഗാംബ്ലെറ്റും ഷാങ്ചിയും തമ്മിലുള്ള ഈ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഫൈറ്റ്. ഒപ്പം തന്നെ ഇതിനുശേഷം നമുക്ക് എലേന ബെലോവയുടെയും അതേപോലെ മിസ്റ്റീക്കിന്റെയും ഒപ്പം ഉള്ള ഒരു ഫൈറ്റ് കാണാൻ പറ്റും. അവിടെ തന്നെ നമുക്ക് മിസ്റ്റേക്ക് എലൈനയുടെ രൂപത്തിലേക്ക് മാറുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒപ്പം തന്നെ നമുക്ക് തോറിന്റെയും ഡോക്ടർ ഡൂമിന്റെയും ആയിട്ട് ചില സീക്വൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ട്രെയിലറിലുള്ള മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ലോക്കിയുടെ ഒരു സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. ലോക്കി തന്റെ TVയിലെ ആ ഒരു കാർഡ് ഒന്ന് മറിച്ചു നോക്കുന്നത് പോലെയായിട്ടാണ് ആ ഒരു സീക്വൻസ് ഉള്ളത്. ഇതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് ആ സമയം എത്തുമ്പോൾ പറയാം. പിന്നെ മറ്റൊരു സീനിലായിട്ട് നമുക്ക് വക്കാൻഡൻസിനെയും അവരുടെ ഒപ്പം ഫാന്റാസ്റ്റിക് ഫോറിലെ ബെന്നും അതേപോലെ ബക്കി തുടങ്ങിയവരൊക്കെ തന്നെ കാണാനുണ്ട്. ഈ ഒരു സീന് കൂടുതലും നമ്മൾ നേരത്തെ കണ്ട ആ നെയ്മോറിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒന്നായിരിക്കും. ഇവിടെ വെച്ച് അവർ മീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും അവർ നെയ്മോറിനെ കാണാൻ പോയിട്ടുണ്ടാവുക. പിന്നെ ഈ സീനിലെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ കടലൊക്കെ തന്നെ ഒന്ന് പിളർന്ന പോലെ കാണാൻ പറ്റും. പിന്നെ നേരത്തെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെയ്മോറിന്റെ ആ ഒരു സ്ഥലത്തൊക്കെ തന്നെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം തന്നെ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ഉള്ളത്. പിന്നെ ഇങ്ങനെ ഉണ്ടായത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നെയ്മോർ അതിന്റെ പവർ യൂസ് ചെയ്തതായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇൻകർഷന്റെ ചില സൈഡ് എഫക്ട്സ് വലുതായിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഒരു സീനിലായിട്ട് നമുക്ക് പ്രൊഫസർ എക്സിനെയും അതേപോലെ തന്നെ മെഗ്നീറ്റോയെയും കാണാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ ഈ ട്രെയിലറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീക്വൻസുകളിൽ ഒന്നായിട്ടുള്ള
തോറും ഡോക്ടർ ഡൂമും തമ്മിലുള്ള ആ ഒരു സീക്വൻസിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ തോർ അവിടെ ലാൻഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്ഥലമൊക്കെ കണ്ടിട്ട് നമ്മുടെ എർത്ത് 616 ഒരു യൂണിവേഴ്സ് ആയിട്ട് തോന്നുന്നില്ല, മറിച്ച് മറ്റൊരു മൾട്ടിവേഴ്സൽ യൂണിവേഴ്സോ മറ്റോ ആയിരിക്കും ഈ ഒരു കോമ്പാക്ട് നടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു സീക്വൻസിലായിട്ട് തോർ തന്റെ മുഴുവൻ പവേഴ്സും എടുത്തു ഡോക്ടർ ഡൂമിനെതിരെ സ്റ്റോം ബ്രേക്കർ കൊണ്ട് ഒരു മാസീവ് സ്ട്രൈക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നാൽ ആ മാസീവ് സ്ട്രൈക്കിനെ വെറും 2 വിരലുകൾ കൊണ്ടാണ് ഡോക്ടർ ഡൂം അവിടെ തടയുന്നത്. ഈ ഒറ്റ സീക്വൻസ് കൊണ്ട് തന്നെ എത്രത്തോളം പവർഫുൾ ആണ് ഡോക്ടർ ഡൂം എന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. താനോസിനെ വളരെ വലിയൊരു ചലഞ്ച് കൊടുത്ത തോറിന് പക്ഷെ ഡോക്ടർ ഡൂമിന് മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഡോക്ടർ ഡൂമായ RDJയുടെ മുഖമൊന്നും തന്നെ കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു കണ്ണുകൾ കൊണ്ട് തന്നെ RDJ ഡോക്ടർ ഡൂം എത്രത്തോളം ടെറിഫയിങ് ആയ ഒരു വില്ലനാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇനി ട്രെയിലറിന്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ക്രിസ് വാൻസിന്റെ ക്യാപ്റ്റൻ അമേരിക്കയെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ തോറിന്റെ കയ്യിലുണ്ടായിരുന്ന മിയോണിയർ ക്യാപ്റ്റൻ തന്റെ കയ്യിലേക്ക് സമ്മൺ ചെയ്യുന്നതും കാണാൻ പറ്റും. ആ ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് ആ ഒരു ട്രെയിലർ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വരുന്നത് കാണിച്ചെങ്കിലും ഇത് നമ്മൾ അറിയുന്ന നമ്മുടെ എർത്ത് 616 ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണോ എന്നതൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇത് സ്റ്റീവ് റോഞ്ചേഴ്സിന്റെ ഒരു മൾട്ടിവേഴ്സൽ വേരിയന്റ് ആവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തോറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മിയോണിയർ ഏതാണ് എന്നൊരു സംശയവും ചിലവർക്ക് തോന്നുന്നുണ്ടാകാം. കണ്ടിട്ട് തോറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ മിയോണിയർ തന്നെയാണ് ഇതെന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു ടൈം ലൈനിൽ നിന്നോ മൾട്ടിവേഴ്സിൽ നിന്നോ ആകാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ക്യാപ്റ്റനും തോറും നിൽക്കുന്ന ആ പ്ലേസ് എന്ന് പറയുന്നത് ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ആ ഒരു സ്പേസ്ഷിപ്പ് ആണ്. സ്റ്റീവ് റോഞ്ചേഴ്സ് ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിലായിരുന്നു ജീവിച്ചിരുന്നത് എന്ന രീതിയിലും തിയറീസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ലോക്കിയുടെ ആ സീക്വൻസ് എന്ന് പറയുന്നത് ലോക്കി ക്യാപ്റ്റൻ അമേരിക്കയെ കൺവിൻസ് ചെയ്യാൻ വരുന്ന ഒരു സീക്വൻസ് ആണ് എന്ന രീതിയിലും റൂമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രെയിലറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഞാനിവിടെ പറയാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.